ഹായ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് പ്രസൻ്റ്ലി ഒരുപാട് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ അപ്രൂവൽ കേസ്, വാല്യൂ കേസ്, അതുപോലെ തന്നെ ബെനിഫിറ്റിൻ്റെ ഒരു കേസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ ചെയ്യും, ഏത് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉപകാരപ്രദമാകും എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അതിനു മുമ്പ് ഐ എം സയ്യദ് ഷാഹിദ്, CEO ഓഫ് ഇന്ത്യൻ എഡു ഹബ്. ഇന്ത്യൻ എഡു ഹബ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ്. ലാസ്റ്റ് 10+ ഇയേഴ്സ് ഞാൻ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസിനും മെൻറ്റർഷിപ്പുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. ഓക്കെ, അപ്പം അവിടെ നമ്മൾ പറഞ്ഞു വെച്ച ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഏത് ഡിഗ്രി എടുക്കും അല്ലെങ്കിൽ എങ്ങനെ എടുക്കും എന്നുള്ളത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കും എന്നുള്ളതൊക്കെ വലിയൊരു ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് deb.ugc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറണം. കാരണം അതിൽ ഓൺലൈനായിട്ടും ഡിസ്റ്റൻസ് ആയിട്ടും അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ലിസ്റ്റ് നമ്മൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ തിയററ്റിക്കലായിട്ട് എക്സാമിനേഷൻ എഴുതണം. ക്ലാസ്സോ കാര്യങ്ങളോ, ഒരു കോൺടാക്ട് ക്ലാസ് ഒക്കെ പേരിന് പറയുന്നുണ്ടെങ്കിൽ പോലും ക്ലാസ്സോ കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് കിട്ടത്തില്ല. നമ്മൾ സെൽഫ് ലേണിംഗ് ആണ്. ഇനി നേരെ മറിച്ച് ഓൺലൈൻ ആണ് എന്നുണ്ടെങ്കിൽ അറ്റ് ദ പ്രസൻറ്റ് നമ്മളുടെ റെഗുലർ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, റെഗുലറായിട്ട് നമ്മൾ പഠിക്കുമല്ലോ, അതിനെ ഡയറക്റ്റ്ലി ഓൺലൈനിലേക്ക് പറിച്ചു വെച്ച ഒരു സിസ്റ്റമാണ്. നമ്മൾ ഇതൊക്കെ ഓഫ്ലൈനായിട്ട് ചെയ്യുന്നു, ഇത് ഓൺലൈനായിട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്, ഇവിടെ അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ല. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുമ്പം 1000+ യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ 1000+ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിന് മാത്രമേ അറ്റ് ദ പ്രസൻ്റ്ലി ഓൺലൈൻ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ടോപ്പ് 200നോ ടോപ്പ് 300നോ പോലും അറ്റ് ദ പ്രസൻ്റ്ലി ഇല്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അത്രത്തോളം കപ്പാസിറ്റിയുള്ള, അത്രത്തോളം കാപ്പബിലിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ഓൺലൈൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ചൂസിങ് പോയിന്റിലേക്ക് വരാം. എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളത് അത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിന് അനുസരിച്ചായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. എങ്ങനെ വേണം നമ്മളിത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ഓപ്ഷനിലേക്ക് പോവുകയാണ്, ഒരു ഗവൺമെൻറ് ജോബാണ് നമ്മുടെ ഫോക്കസ്. അല്ലെങ്കിൽ നമ്മൾ പോകുന്നുള്ളത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു അബ്രോഡ് കൺട്രീസിലേക്ക് ഒരു ജോബാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടി ഒരു ജോബ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ്റിൽ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. MCOM ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മിസോറാം സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓഫ് കോഴ്സ് ഇഗ്നോ ഈസ് ദ ഇനഫ്, അല്ലെങ്കിൽ അതർ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഈസ് ഇനഫ്. കാരണം അവിടെ നമുക്ക് കൂടുതൽ കോർപ്പറേറ്റ് എക്സ്പോഷറോ അതിന് മാത്രം ഇൻഡസ്ട്രി എക്സ്പെർട്സിൻ്റെ